നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് സൂചിപ്പിക്കുന്നതിന്റെ നിരവധി റിപ്പോർട്ടുകളാണ് ദിനംപ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് മാധ്യമങ്ങൾ പരിശോധിച്ചാൽ അറിയാം, പീഡന വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. പിഞ്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്ന സ്ത്രീകൾ വരെ നമ്മുടെ നാട്ടിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. നമ്മൾ ഏതെങ്കിലും വിനോദയാത്രയ്ക്കും മറ്റും പോകുമ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ഹോട്ടലുകളിലും മറ്റും റൂം എടുക്കാറുണ്ട്. അത്തരം ഹോട്ടലുകളിൽ ബാത്റൂമുകളിലും മറ്റും സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങൾ എടുക്കുന്നതിനായി ഒളി ക്യാമറ സ്ഥാപിച്ച നിരവധി വാർത്തകളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തുണിക്കടയിലും മറ്റും ചെന്ന് നമ്മൾ പുതുതായി എടുക്കുന്ന ഡ്രസ്സുകൾ നമുക്ക് പാകമാണോ എന്നറിയാനായിട്ട് നമ്മൾ ഫിറ്റിംഗ് റൂമുകളിൽ പോയി അത്തരം ഡ്രസ്സുകൾ മാറാറുണ്ട്. ഈ ഇത്തരം ഫിറ്റിംഗ് റൂമുകൾ പോലും ഒളി ക്യാമറകൾ വെച്ച വാർത്തകളും നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് പോലും ഇത്തരം ഒരു ദുരന്താനുഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇത്തരം ഒളി ക്യാമറകളെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് വളരെ ഈസിയായിട്ട് സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഇതിനായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ഇത് സൗജന്യമായി ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ. ഈ പച്ച കളറിൽ കാണുന്ന ഐക്കണുള്ള ആപ്ലിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യമായി ഡിറ്റക്ട് ക്യാമറ ബൈ റേഡിയേഷൻ മീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ക്യാമറയിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ക്യാമറയെ കണ്ടെത്തുന്ന ഓപ്ഷൻ, അതാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഫോൺ മറ്റേതെങ്കിലും ഒരു ക്യാമറയ്ക്ക് അടുത്തേക്ക്, ഇപ്പൊ ഞാൻ ഈ ഫോണിന്റെ ക്യാമറയ്ക്ക് അടുത്തേക്ക് ഞാൻ ഇതുപോലെ കൊണ്ടുവരുന്നു. കണ്ടോ, ആ ക്യാമറ ഡിറ്റക്ട് ചെയ്തപ്പോൾ ഈ നമ്മുടെ ഫോണിൽ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത് കേൾക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഈ ഫോൺ ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ബീപ്പ് സൗണ്ട് കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഹിഡൻ ക്യാമറകൾ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യത്തെ ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടെത്താം. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ. ഇതുപോലെ മാഗ്നറ്റിക് റേഡിയേഷൻ പുറപ്പെടുവിക്കാത്ത ഇൻഫ്രാറെഡ് ക്യാമറകളുണ്ട്. അത്തരം ക്യാമറകളെ കണ്ടെത്താനാണ് ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് ഉണ്ട്. നിങ്ങളുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ, എനിക്കിപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ എൻ്റെ ഇപ്പോൾ ഒരു റിമോട്ട് ഇല്ല, അതിന്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ ബൾബ് പോലെ ഒരു പോർഷൻ കാണാം. അവിടെ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് ഉപയോഗിച്ചാണ് ടി വി റിമോട്ടിൽ നമ്മൾ സ്വിച്ചുകൾ അമർത്തുമ്പോൾ അതനുസരിച്ച് ടി വിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ റിമോട്ടിന്റെ മുകളിൽ കാണുന്ന ആ പോർഷനിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. എന്നാൽ നമ്മൾ റിമോട്ടിലെ ഏതെങ്കിലും സ്വിച്ചുകൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഇൻഫ്രാറെഡ് പുറപ്പെടുവിക്കുന്ന ആ ബൾബ് പോലെയുള്ള ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഇൻഫ്രാറെഡ് റേസിനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ അത്തരം ഇൻഫ്രാറെഡ് പുറപ്പെടുവിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്യാമറയിലെ ഈ ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെ ഒരു ക്യാമറയാണ് നമ്മളുടെ ഈ ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആകുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് ഇതുപോലെ ബാക്കിൽ, നമ്മുടെ ഈ ഫോണിന്റെ ബാക്കിൽ പിടിച്ചിട്ട് ഇതുപോലെ റിമോട്ടിലെ ഏതെങ്കിലും ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഇൻഫ്രാറെഡ് റേസ് പുറപ്പെടുന്നത് നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഇൻഫ്രാറെഡ് പുറപ്പെടുവിപ്പിക്കുന്ന ഏതെങ്കിലും ക്യാമറ നിങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് ഒളി ക്യാമറയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിറ്റക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്യാമറയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാറെഡ് റേസിനെ ഇതിൽ ചുവപ്പ് കളറിൽ കണ്ടെത്തിക്കൊണ്ട് ഇന്ന ഭാഗത്ത് ക്യാമറ ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പിന്നീടുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ടിപ്സും ട്രിക്സും ആണ് ആദ്യത്തത്. മറ്റൊന്ന് ഡൊണേറ്റ് ആൻഡ് ഗെറ്റ് ആഡ്സ് ഫ്രീ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനുമാണ്. അത് രണ്ടും നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് ആവശ്യം ഈ ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഡിറ്റക്ട് ക്യാമറ ബൈ റേഡിയേഷൻ മീറ്റർ.
ക്യാമറയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മാഗ്നറ്റിക് റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ക്യാമറയെ കണ്ടെത്താനുള്ള ഓപ്ഷൻ. രണ്ടാമത്തത് ഇൻഫ്രാറെഡ് പുറപ്പെടുവിക്കുന്ന ക്യാമറകളെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഡിറ്റക്ട് ഇൻഫ്രാറെഡ് ക്യാമറ ഓപ്ഷൻ. ഇനി ഈ ആപ്ലിക്കേഷന്റെ മറ്റൊരു പോരായ്മ കൂടി ഇപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലായത് എന്തെന്നാൽ, ക്യാമറയ്ക്ക് ഏറ്റവും അടുത്ത്, വളരെ അടുത്ത് നമ്മുടെ മൊബൈൽ എത്തിച്ചെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ ക്യാമറ ഡിറ്റക്ട് ചെയ്യുന്നുള്ളൂ. എന്നിരുന്നാലും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലും എത്തിക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും അധികം ഡാറ്റയൊന്നും ചിലവാകത്തില്ല, യാതൊരു ചിലവുമില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഷെയർ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുമെങ്കിൽ നമ്മൾ എന്തിനു മടിക്കണം. അതുപോലെ ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മടിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ് ജയരാജ്.